ഹലോ ഫ്രണ്ട്സ്, അമ്മൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ക്യാബേജ് തോരൻ്റെ റെസിപ്പിയാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ക്യാബേജ്, സബോള, പച്ചമുളക്. നമുക്കിത് അരിഞ്ഞെടുക്കാമേ. ഇതുപോലെ ക്യാബേജും സബോളയും പച്ചമുളകും നമ്മൾ അരിഞ്ഞെടുക്കണേ. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം കേട്ടോ. നമ്മൾ ക്യാബേജ് അരിയുന്ന വീഡിയോ അടുത്ത പ്രാവശ്യം ഞാൻ കാണിക്കാമേ, എളുപ്പത്തിൽ അരിയുന്നത് എങ്ങനെയാണെന്നുള്ളത്. തോരന് ആവശ്യമായ തേങ്ങയും വേണം. ഒരു മുറി തേങ്ങ മതിയാവേ. ഇനി നമുക്ക് പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജും സബോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാമേ. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കാം. ഈ തോരനിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ചില വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് തോരനകത്ത് വെള്ളം ചേർക്കുന്നത്, ഇതിൽ ചേർക്കാൻ പാടില്ല. നമ്മൾ ആ ഒഴിച്ചിരിക്കുന്ന എണ്ണയിലും പിന്നെ പച്ചക്കറിയിലെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ, അതിലും വേണം നമ്മുടെ തോരൻ വെന്ത് വരാനായിട്ട്. തീ കുറച്ച് വെച്ച് വേണം നമുക്കത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതായിരിക്കും. ഇപ്പം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. കരിഞ്ഞു പോകരുത്, ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. പാകമായിട്ടില്ല. ഇപ്പം പാകമായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ ഒരു കാരണവശാലും കൂട്ടി വെക്കാൻ പാടില്ല. തീ കുറച്ച് തന്നെ ഇരിക്കണം. വളരെ സ്വാദിഷ്ടമായ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.